ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ. അതായത് ലോക രക്തദാതാക്കളുടെ ദിനമാണോ ദാനദിനമാണോ എന്ത് ദിനമാണെങ്കിലും ശരി, എൻ്റെ ഒരു തുള്ളി ചോര ഞാൻ ആർക്കും കൊടുക്കില്ല. കൊടുക്കൂലെന്ന് പറഞ്ഞാൽ കൊടുക്കൂല. കാര്യവേ യക്ഷിണി പാലമരത്തിൽ നിന്നിറങ്ങി ഒരു തുള്ളി ചോര വെച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. എനിക്ക് പേടിയാ കൊടുക്കാൻ. അങ്ങനെ പറയാവോ? രക്തദാനം എന്ന് വെച്ചാൽ മഹാദാനമല്ലേ? അങ്ങനെയുണ്ട്. പിന്നെ അല്ലാതെ ഒരാളെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമല്ലേ? അപ്പോൾ നമ്മൾ രക്തം കൊടുക്കുക എന്ന് പറയുന്ന കാര്യമല്ലേ? സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്? അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരില്ലേ? വല്ല അസുഖവും നമ്മൾ തളർച്ചയൊക്കെ വരില്ലേ? നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടാവുന്നേ? രക്തം ദാനം ചെയ്യുന്നത് കാരണം അയാള് ശരീരം ഹെൽത്തി ആയ ഒരാളാണെങ്കിൽ യാതൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല. കാരണം അയാള് ഹെൽത്തി ആണ് എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ നോക്കും. രക്തദാനം മഹാദാനം എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആളാണെങ്കിലും അത് രക്തം സ്വീകരിക്കുന്ന ആളാണെങ്കിലും അവിടെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം കൊടുക്കുന്ന ആള് ഒരു 18-നും 60 വയസ്സിന്റെ ഇടയിൽ വരുന്ന ആരോഗ്യവാനായിട്ടുള്ള ഒരാളാണെങ്കിൽ രക്തം കൊടുക്കാം. അത് സെറ്റ്. എനിക്കൊരു 10-25 വയസ്സല്ലേ ഉള്ളൂ. അതെ അതെ. പിന്നെ അതേപോലെ തന്നെ വെയിറ്റ് നോക്കും. ബോഡി വെയിറ്റ് ഒരു 45 കിലോ കൂടുതലുള്ള ആളാണെങ്കിലും കൊടുക്കാം. അപ്പൊ മിസ്സിന് കൊടുക്കാൻ പറ്റത്തില്ല. അത് ആ കാര്യം പറയുന്നതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ചോദ്യം വേണ്ട. സോറി. അപ്പം ഞാൻ പറയുന്ന അതേപോലെ അപ്പൊ മിസ്സിന് കൊടുക്കാൻ പറ്റൂലേ? ഞാൻ നല്ല തടി മാത്രം കണ്ടിട്ടല്ല, ഹീമോഗ്ലോബിൻ നോക്കും. അപ്പൊ ഹീമോഗ്ലോബിൻ ഒരു 12.5 ഗ്രാമിലൊക്കെ കൂടുതൽ ഉണ്ടെങ്കിൽ രക്തം ദാനം ചെയ്യാം. അപ്പൊ ഇത്രയാണെങ്കിൽ തെറ്റാണ്. രക്തം ദാനം ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. അല്ലാതെ ഇപ്പൊ വേറെ എന്തെങ്കിലും രക്തത്തിൽ കൂടെ പകരുന്ന രോഗമുള്ള ആൾക്കാരോ ഇനി ഗർഭിണികളായിട്ടുള്ള ആൾക്കാര്, മുലയൂട്ടുന്ന അമ്മമാര്, അങ്ങനെയുള്ളവർക്കൊന്നും രക്തം ദാനം ചെയ്യാൻ കഴിയില്ല. അല്ലാത്ത ആൾക്കാർക്കൊക്കെ ഈ കാര്യം ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെ കേട്ടപ്പോഴേ രക്തം തിളയ്ക്കുന്നു സ്വാതി മിസ്സേ. ഞാൻ കൊടുക്കും എല്ലാ ദിവസവും. അങ്ങനെ എല്ലാ ദിവസവും കൊടുക്കാനും കഴിയില്ല. രക്തം കൊടുക്കുമ്പോൾ എത്ര ആരോഗ്യവാനായ ആണെങ്കിലും ഒരു പ്രാവശ്യം കൊടുക്കുമ്പോൾ ഒരു 300 മുതൽ കൂടിപ്പോ ഒരു 450 ml വരെയൊക്കെയാണ് രക്തം ഒരു പ്രാവശ്യം സ്വീകരിക്കുള്ളൂ. അത്ര കൊടുക്കാൻ പറ്റൂല്ലേ? അതും ഒരു പ്രാവശ്യം രക്തം കൊടുത്ത് പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പിലാണ് എന്ത് ചെയ്യുക, രണ്ടാമത് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ രക്തദാനം, രക്തദാതാക്കൾ ഇതൊക്കെ മാറ്റിയിട്ട് നല്ല ശുദ്ധ പദങ്ങളുണ്ട് മലയാളത്തിൽ. ലോക രുധിര ദാതാക്കളുടെ ദിനം, ലോക ശോണിതദാന ദിനം, അതുപോലെ ദാതാക്കൾ. ആ ദാതാക്കളൊക്കെ ശരിക്കും നമ്മുടെ മലയാളത്തിൽ നിന്ന് അവർ എടുത്ത് നല്ല ഇത് ക്യാപ്ഷൻ ആക്കിയതാ. ദാതാക്കളുടെ എതിർലിംഗം അറിയോ? ധാത്രി. ധാത്രി ഇതോ? ധാത്രി. അയ്യോ, അത് ഞാൻ മറച്ചിട്ട ധാത്രി. ധാത്രി മുടി അല്ലേ വളരുന്ന, അത് പോറ്റമ്മ. ധാത്രി പോറ്റമ്മ, ധാത്രി കൊടുക്കുന്നവൾ. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ആ മലയാളവും കൂടി രക്തമായിട്ട് ഒരു രക്തബന്ധമുണ്ട് ശരിക്കും മലയാളത്തിന്. അതെ. അപ്പൊ മിസ്സിന്റെ രക്തഗ്രൂപ്പ് ഏതാ? ഓ പോസിറ്റീവ്. അല്ലെങ്കിൽ മിസ്സിന് അറിഞ്ഞൂടെ, ഞാൻ എപ്പോഴും പോസിറ്റീവാ. ഈ നെഗറ്റീവ് അടിക്കുന്നവർക്കൊക്കെ നെഗറ്റീവ് ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ? രക്തഗ്രൂപ്പ് ഓ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. രക്തഗ്രൂപ്പ് ഇപ്പോൾ മെയിനായിട്ടൊരു 4 ടൈപ്പിലാണ് നമ്മൾ പറയാം. എ ഗ്രൂപ്പ് എന്ന് പറയുന്ന രക്തം കേട്ടിട്ടുണ്ടാവും ചിലർ. എ പോസിറ്റീവ്, എ നെഗറ്റീവ് എന്നൊക്കെ കേൾക്കില്ല. അതേപോലെ ബി ഗ്രൂപ്പുകാരുണ്ട്, എ ബി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒ എന്ന് പറയുന്ന ഗ്രൂപ്പ്. അങ്ങനെയാണ് മെയിനായിട്ട് പറയുന്ന 4 ഗ്രൂപ്പ്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഓരോരുത്തരെ രക്തം നോക്കുമ്പം ആ രക്തത്തിൽ അരുണരക്താണു, അരുണം ചുവപ്പ്. അതാ ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിലൊരു രക്തബന്ധമുണ്ട്. അപ്പൊ RBC അരുണം എന്നൊക്കെ പറഞ്ഞാൽ രക്തത്തിന് ആ ചുവന്ന നിറം കിട്ടാൻ കാരണമായ രക്തകോശം കൂടിയാണല്ലോ. ഒരു കാര്യം ചോദിക്കട്ടെ, ശ്വേതരക്താണു? ശ്വേതരക്താണു വേറെ ഉണ്ട്. അത് WBC എന്ന് പറയുന്ന ആള്. പക്ഷെ ഇവിടെ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നതിൽ നമ്മൾ അരുണരക്താണുവിനെ എടുത്താ പറയാം. അതിന്റെ ഉപരിതലത്തിൽ കാണുന്ന ആന്റിജനുകളുണ്ട്. എ എന്നും ബി എന്നും പേരുള്ള ആന്റിജൻ. ചിലർക്ക് എ എന്ന് പറയുന്ന ആന്റിജൻ മാത്രമാണ് അതിന്റെ മുകളിൽ കാണുന്നതെങ്കിൽ അതാണ് എ ഗ്രൂപ്പ്. അപ്പോൾ ബി എന്ന് പറയുന്ന ആന്റിജൻ മാത്രം അവിടെ കാണുന്നവരാണ് ബി ഗ്രൂപ്പ്. അപ്പൊ എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ടും കാണും. എയും കാണും, ബിയും കാണും. അരുണരക്താണുവിന്റെ മുകളിൽ ഇത് രണ്ടും കാണുകയാണെങ്കിൽ എ ബി ഗ്രൂപ്പ്. അപ്പൊ മിസ്സിന് ഓ അല്ലേ? അപ്പൊ ഇവിടെ വെച്ചാൽ എയും ഇല്ല ബിയും ഇല്ല, 2 ആന്റിജനും ഇല്ലാത്ത ആളാണ് ഓ ഗ്രൂപ്പുകാർ. അപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പക്ഷെ രക്തത്തില് ദ്രാവക ഭാഗമുണ്ട്, പ്ലാസ്മ എന്ന് പറയും. അതില് 2 ആന്റിബോഡി ഉള്ള ആളാണ് ആര്? ഓ ഗ്രൂപ്പുകാർ. ആന്റിജൻ 2 ഇല്ലെങ്കിലും ആന്റിബോഡി 2 ഉള്ള ഗ്രൂപ്പാണ് അത്. ഈ ആന്റിബോഡി ഉണ്ടെങ്കിൽ എന്താ ഗുണം? ആന്റിബോഡിയും ഈ ഇപ്പൊ നമ്മള് മിസ് ഇപ്പൊ രക്തം കൊടുക്കുകയാണ് ഒരാൾക്ക്. അപ്പൊ ഈ കൊടുക്കുന്ന മിസ്സിന്റെ രക്തത്തിലുള്ള ആന്റിജനും ആ വാങ്ങുന്ന ആളുണ്ടാവുമല്ലോ, അയാളെ രക്തത്തിലെ പ്ലാസ്മയിലെ ആന്റിബോഡിയും കൂടെ മാച്ച് ആവണം. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് കൊടുക്കുക. അതിന്റെ കൂടെ ഇപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ മിസ് എപ്പോഴും പോസിറ്റീവ് ആയ ആളായത് കാരണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു ഘടകം കൂടെ നോക്കും, RH എന്ന് പറയുന്ന ഒരു ഘടകം. അതിനെ നമ്മള് ഇപ്പൊ നേരത്തെ എ ബി ആന്റിജൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ആന്റിജൻ ഡി എന്നോ RH ഘടകം എന്ന് പറയുന്ന ഒരു കാര്യം. RH ഫുൾ ഫോം RH ഒരു റീസസ് എന്ന് പറയുന്ന ഒരു മങ്കി
ആ മങ്കിയിൽ നിന്ന് അങ്ങനെ കിട്ടി. ആ മങ്കിയിൽ കാണുന്ന ആന്റിജൻ ഉള്ള ആളാണ് ആക്ച്വലി മിസ്. പറഞ്ഞെന്നെ അങ്ങ് പ്ലവകമാക്കി. പേടിക്കേണ്ട, 85% മനുഷ്യർക്കും പോസിറ്റീവ് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മങ്കിയിൽ കാണുന്ന അതേപോലെ കിട്ടിയതൊക്കെ ഈ വാനരന്റെ പിൻഗാമികളാണ്. അതെ, അതൊന്നും കൂടെ തെളിയിക്കുന്ന കാര്യമാണ് പോസിറ്റീവ് ഗ്രൂപ്പുകാരുടെ കാര്യത്തിൽ പറയുന്ന സമയത്ത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയ ഗ്രൂപ്പും നോക്കണം. എ അല്ലെ ബി മാത്രം മാച്ചായ പോരാ, പ്ലസ് ആണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇതും കൂടെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക രക്തം അങ്ങനെ കൊടുക്കാൻ പറ്റും. ഒരു മഹാസംഭവമാണ്. അപ്പോൾ ഒരാളുടെ രക്തം മറ്റൊരാളിലേക്ക് കൊടുക്കുന്ന പരിപാടിക്കാണ് നമ്മൾ രക്തനിവേശനം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇപ്പം പറഞ്ഞ രക്ത ഗ്രൂപ്പില്ലേ, ഇത്രയും ഗ്രൂപ്പ് പറഞ്ഞില്ലേ, ആ ഗ്രൂപ്പൊക്കെ ശരിക്കും കണ്ടെത്തിയ ഒരാളുണ്ട്. കാൾ ലാൻസ്റ്റെയ്നർ എന്നാണ് അയാളുടെ പേര്. ലാൻസ്റ്റെയ്നർ. ജൂൺ 14 വല്ല ബന്ധം? അതെ, അയാളുടെ ബർത്ത്ഡേ, അയാളുടെ ജന്മദിനമാണ്. അതാണ് ജൂൺ 14 രക്തദിനമായിട്ട് നമ്മൾ രക്തദാന ദിനം അല്ലെ, അല്ലെങ്കിൽ വേൾഡ് ബ്ലഡ് ഡോണർ ഡേ എന്ന് ആക്ച്വലി പറയുന്നത്. ദാതാക്കളിൽ ഇപ്പൊ ലോകത്തെമ്പാടുള്ള ഈ രക്തദാനത്തിൽ ഉള്ള ആൾക്കാരില്ലേ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക, കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരിക, അങ്ങനത്തെ ഒരു ജീവനൊക്കെ രക്ഷിക്കാൻ പറ്റുമല്ലേ. അതുകൊണ്ട് ജീവന്റെ നദി രക്തത്തിന് നമ്മൾ പറയുന്ന പേരിനെയാണ് എന്ത്, ജീവന്റെ നദി അല്ലെ. ശരീരം മൊത്തം അങ്ങനെ ഒഴുകല്ലേ ചെയ്യുന്നത്. കുറെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. മലയാളം മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഭൂഗോളത്തിന്റെ സ്പന്ദനം അറിയണമെങ്കിൽ എല്ലാം പഠിക്കണം അല്ലേ. അപ്പോൾ രക്തദാനം ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം നമ്മൾ എന്ത് ചെയ്യുക, മുതലാക്കുക എന്നുള്ളതാണ്. അത് ഒഴിവാക്കാതെ ഹെൽത്തി ആണെങ്കിൽ എന്ത് ചെയ്യുക, ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം.